ആലുവയിൽ അതിഥി തൊഴിലാളിയുടെ 5 വയസ്സുള്ള മകളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം കഴുത്ത് നെരിച്ച് കൊലപ്പെടുത്തിയ ദാരുണ സംഭവത്തിൽ 1 വയസ്സ് തികയുമ്പോൾ കൊല്ലപ്പെട്ട പിഞ്ചുകുഞ്ഞിന്റെ കുടുംബം വാടക വീട് കിട്ടാതെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന ആശങ്കയിലാണ്. മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടാൻ വേണ്ടി ഇവരെ ചേർത്തുപിടിച്ച പലരും ഇന്ന് കൂടെയില്ല. നിലവിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട് 31-ന് ഒഴിയണം. ഉടമ അത് മറ്റൊരാൾക്ക് വിറ്റു. കേസിലെ ഏകപ്രതി ബീഹാർ സ്വദേശി അസഫക് ആലത്തിനെതിരെ 35-ാം ദിവസം കുറ്റപത്രം തയ്യാറാക്കി 109-ാം ദിവസം വധശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പോലീസിന് കഴിഞ്ഞു. കഴുമരം കാത്ത് ജയിലിൽ ഏകാന്ത തടവിലാണ് പ്രതി. ഈ അതിഥി തൊഴിലാളി കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ അൻവർ സാദത്ത് MLA കൂടെയുണ്ട്. സംസ്ഥാന സർക്കാരിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഇവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു. ആദ്യം താമസിച്ചിരുന്ന വീട് സുരക്ഷിതമല്ലാത്തതിനാൽ MLA എടുത്തുകൊടുത്ത വീട്ടിലാണ് 1 വർഷമായി ഇവർ താമസിക്കുന്നത്. 7000 രൂപ വാടക MLA ആണ് നൽകുന്നത്. ഇതറിഞ്ഞ ബെന്നി ബെഹനാൻ MP 4 മാസമായി 3000 രൂപ വീതം MLAക്ക് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് സ്ഥലം വാങ്ങി വീട് പണിതു നൽകാൻ MLAയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിൽ 3 ലക്ഷം രൂപയുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീട് പണിക്ക് നൽകിയ 5 ലക്ഷം രൂപ ബാലികയുടെയും പിതാവിന്റെയും BJP മണ്ഡലം പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലുണ്ട്. നവകേരള സദസ് ആലുവയിലെത്തിയപ്പോൾ ബാലികയുടെ കുടുംബങ്ങൾ വീടാവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നു. മകളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്നും സ്വദേശമായ ബീഹാറിലേക്ക് മടങ്ങാൻ മനസ്സു വരുന്നില്ലെന്ന് പറഞ്ഞ ഇവർക്ക് മുഖ്യമന്ത്രി വീട് വാഗ്ദാനം ചെയ്തെങ്കിലും യോജ്യമായ സ്ഥലം കണ്ടെത്താനായിട്ടില്ല. ബാലിക കൊല്ലപ്പെടുമ്പോൾ 1 മാസം ഗർഭിണിയായിരുന്നു അമ്മ. പിന്നീട് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി.